മുമ്പ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഇവിടെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ അകത്ത് ഇതിനകത്തൊരു ഏരിയ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ എന്താ പറയുക നമ്മൾ സാധാരണ ആളുകൾ അങ്ങനെ ചിന്തിക്കാത്തൊരു ഏരിയ, അതിൻ്റെ അപകടം എന്തായിരിക്കും, ആ ഏരിയകൾ മൊത്തം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുവോ, അത് മനസ്സിലാക്കുവോ, ഇതിനെങ്ങനെ ഇൽ എഫക്ട്സ് ഉണ്ടെന്ന് നോക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ ഡിജിറ്റൽ വേൾഡിൽ ശരിക്കും പറഞ്ഞാൽ ഓക്സിജൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു ലൈഫിനും അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നമ്മൾ അല്ലേ. ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലത്തെ ഇതാണ്. ഇന്ന് കുഞ്ഞു കുട്ടികൾ വരെ അത് മേലേക്കാണ് പോണേ. അത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് യൂട്യൂബിലെ സംഭവങ്ങൾ ഓൺ ചെയ്ത് കൊടുത്താലേ അത് നിങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ സംഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയനെ ഒഴിവാക്കിയിട്ട് ഒരു വേൾഡ് ഇപ്പം ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. കാരണം അത്രയും എല്ലാവരും അതിലാണ്. അപ്പോൾ ഈ സിനിമയുടെ ഇവർ വന്ന് കഥ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രസന്റ് സിനാരിയോയിൽ നടക്കുന്ന സംഭവങ്ങളും അത് ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിച്ച് വീടിന് ഒരു പ്രത്യേക വഴി പോലും പ്രൈവസി, അത് വന്നാൽ പ്രൈവസി പോകുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രിൻസ്, ഈ പ്രിൻസിന്റെ ലൈഫിലേക്ക് വന്ന് കയറുന്ന സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി വരുമ്പോ ഉണ്ടാവുന്ന അത് കാണുന്നുണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുമ്പോൾ തന്നെയാണ് പെട്ടെന്ന് നമുക്ക് അത് ചെയ്യാം. കാരണം ഇതെല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ്. മനസ്സിലല്ലേ. നമ്മൾ ചില വേർഡ്സ് ചില പടങ്ങൾക്ക് പേരിടുമ്പോൾ അയ്യോ എന്തുകൊണ്ട് നമ്മളത് ചിന്തിച്ചില്ല എന്ന് ചിന്തിക്കും എന്ന് പറയുന്ന പോലെ ഈ സബ്ജക്ട് കാണുമ്പോൾ പലർക്കും തോന്നും അയ്യോ നമ്മൾ ചിന്തിച്ചില്ലല്ലോ എന്ന് തോന്നാം. കാരണം നമ്മുടെ മുമ്പിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇപ്പൊ ഈ യൂട്യൂബ് ഇതുമായി ബന്ധപ്പെട്ട വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് അവരൊക്കെ വന്ന് സംസാരിക്കുന്ന വെച്ചാൽ ശരിക്കും ഞങ്ങളെ ഇതാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യമോ പരിഭവോ പരാതിയോ ഒന്നുമില്ല. അവരത് എൻജോയ് ചെയ്തിട്ടാ പറയുന്നത്. ശരിക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ സിനിമ സൂചിപ്പിക്കുന്നത്. അതെല്ലാവരും എൻജോയ് ചെയ്തു. ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് മോശമായിട്ട് 2-3 ആൾക്കാർ പറഞ്ഞപ്പോ തന്നെ അവരെ ഓടിച്ചിട്ട് അടിച്ചത് ഈ യൂട്യൂബേഴ്സും ഈ സിനിമ കണ്ട പ്രേക്ഷകരുമാണ്. ആരാ പറഞ്ഞങ്ങനെ? ഞങ്ങൾ കണ്ടാണല്ലോ ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്റെ സിനിമ ഇത് കണ്ടിട്ട് കണ്ട ആളുകൾ പോയിട്ട് ബഹളം ഉണ്ടാക്കാന്ന് പറയില്ലേ, അതിനെ മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സത്യം ഇതല്ല എന്ന് പറയുന്ന അത് എടുത്ത് പറയാൻ മനസ്സ് കാണിക്കാന്ന് പറയില്ലേ. ആ സിനിമയെ എന്തായാലും നെഞ്ചിലേറ്റി എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം. നമ്മൾ ഈ സിനിമ ഇറങ്ങിയ 5ാമത്തെ ദിവസമാണ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഈ സിനിമയെ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നും ഈ സിനിമ നിങ്ങൾ കാണണമെന്നും പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ പ്രേക്ഷകരാണ്. കാരണം ഈ പടത്തിന്റെ പബ്ലിസിറ്റി മൗത്ത് പബ്ലിസിറ്റിയാണ്. ലിസ്റ്റിന് ഏറ്റവും കൂടുതൽ അല്ലെ ചെലവ് ചുരുങ്ങിയ ഒരു കാരണം ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് പ്രേക്ഷകർ തന്ന പബ്ലിസിറ്റിയാണ്. നിങ്ങൾ പോസ്റ്റേഴ്സ് നോക്കിയോ, ഫ്ലെക്സ് നോക്കിയോ, ഒരു വളരെ മൊത്തത്തിൽ എല്ലാം കുറവാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊരു പരസ്യമായി. ഒരു പരസ്യവുമില്ലാതെ ഒരു നല്ല ചിത്രം. സിനിമ നല്ലതാണെങ്കിൽ സിനിമ സംസാരിക്കും. അപ്പൊ അത് അത്രമേൽ പുള്ളിക്ക് എവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പുള്ളി അത് തന്നെയാണ്, സിനിമ സംസാരിക്കട്ടെ എന്നിട്ട് ഈ സിനിമയുടെ സക്സസ്സിൽ നമ്മൾ സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്. മാത്രമല്ല ഈ സിനിമയെക്കുറിച്ച് ആദ്യം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ മാറ്റർ ഇല്ല, കൊച്ചു മാറ്ററേ ഉള്ളൂ. പറഞ്ഞ സ്പോയിലർ ആവുകയും ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ തലം വേറെ ആയിരിക്കും, പറയാൻ പറ്റൂല. ആദ്യം നിങ്ങൾ കാണ്, എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഇതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനിൽ എല്ലാവരും ദിലീപന്റെ ക്യാരക്ടറിനോട് ദേഷ്യപ്പെടുന്നു വിചാരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സമയത്ത് ചേച്ചിയുടെ ക്യാരക്ടർ വിളിച്ചിട്ട് അങ്ങനെ ഒരാൾക്ക് ഫീൽ ആയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാ പറയുന്നത് ആ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ ആ ഒരു ലൈഫ് ജീവിക്കുന്ന ഒരാളിൽ നിന്ന് അങ്ങനെ മാപ്പ് ഉപേക്ഷിക്കുന്ന ഒരു വേർഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനത്തെ കുറെ പോയിന്റ്സ് ഉണ്ട് ഇതിനകത്ത്. അല്ലെങ്കിൽ ഇയാൾ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാൾ ആരാണെന്ന് റിവീൽ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് ഹോസ്പിറ്റൽ സീനിൽ. അത് ആ ക്യാരക്ടറിൽ നിന്ന് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കില്ല. അതൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ആയിട്ട് തോന്നിയിരുന്നു ക്യാരക്ടർ നറേറ്റ് ചെയ്തപ്പോൾ. അതിനകത്ത് ആക്ച്വലി ആ 2 സീനും സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്താണ് അത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു 2 സീനാണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം ഒരു ഉഗ്രൻ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, ഇന്നതാണെന്നും പറഞ്ഞു. പക്ഷെ അത് ചെയ്യുമ്പോഴാണ് അതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ഇത്ര വളരെ സെന്റി ആയിട്ടുള്ള വളരെ ഫീലിംഗ് ഉള്ള ലൈഫുള്ള 2 സീനാണെന്നും മനസ്സിലാക്കുന്നത്. ആക്ച്വലി അതിനകത്ത് ദിലീപേട്ടനെ ഫോൺ ചെയ്തിട്ട് മാപ്പ് പറയുന്നത് തന്നെ
ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതുവരെ പ്രിൻസ് എടാ മോനെ അങ്ങനെ വിളിച്ചാ സംസാരിക്കുന്നത്. പക്ഷെ അവിടെ സാറേന്ന് വിളിക്കുന്നത്. അപ്പോ അത് തന്നെ ദിലീപ് ഈ പ്രിൻസും സഫിയത്തും തമ്മിലുള്ള റിലേഷനാണ് അവിടെ കാണിക്കുന്നത്. ആ റിലേഷന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് അവിടെ കാണിക്കുന്നത്. സാറേ ഇങ്ങനെ വന്നപ്പോൾ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു സാധനം അത്ര ഫീൽ ചെയ്ത അത് പ്രിൻസിന് മനസ്സിലാവുന്നുണ്ട്. പ്രിൻസും സഫിയും തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ അടുപ്പമുള്ള രണ്ട് ഫാമിലി തന്നെയാണ്. പക്ഷെ ആ ഒരു മുഹൂർത്തം ഈ ഫസ്റ്റ് ഹാഫിൽ കുറെ ഡയലോഗുകൾ ഉണ്ടാവുകയും സെക്കൻഡ് ഹാഫിൽ മൊത്തം നോട്ടങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണല്ലോ ആ ക്യാരക്ടറിന്റെ ഒരു അവസ്ഥ. കാരണം അത് ഇവര് തരുന്ന ഫീഡ് കൊണ്ട് സാധിച്ചതാക്കി കുറെ സ്ഥലത്ത് ഇങ്ങനെ നശിച്ചിങ്ങനെ മാനത്തേക്ക് നോക്കിയിരിക്കുന്ന പോലെ കുറെ സീക്വൻസുകൾ ഉണ്ടല്ലോ. അത് ഇവരോട് തരുന്ന ഫീഡ് കാരണം കൊണ്ട് മാത്രം സാധിച്ചിരുന്നതാ? നോക്കിയിരിക്കണോന്നൊക്കെ പറഞ്ഞ സാധനം അത് ഇങ്ങനെയാണ് ചേച്ചി നറേറ്റ് ചെയ്ത് തരുമല്ലോ നമുക്ക് സീന്. കാരണം ഇതൊരു ഇടയ്ക്കിടയ്ക്ക് നല്ല എടുത്തത്, അതിന്റെ കണ്ടിന്യൂറ്റി അനുസരിച്ചാണ് എടുത്തത്. അപ്പം ഈ സഫിയയുടെ ജേർണി എന്താണെന്നുള്ളത് അവസാനമൊക്കെ ആയപ്പോൾ മനസ്സിലായിരുന്നു. അപ്പൊ ഈ സഫിയയുടെ ജേർണിയുടെ അവസാനം തന്നെയാണ് ഈ കടയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പം ആ ഒരു ഫീൽ പറഞ്ഞു തരും. ഓഫ്കോഴ്സ് എനിക്ക് ഡയലോഗ് ഇല്ല, സംവിധായകൻ പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും തകർന്നിരിക്കുമ്പോ ഇവര് കൊണ്ടൊന്ന് രഹസ്യ ക്യാമറയിൽ എടുക്കുന്നതല്ല. കാരണം ആ സീനില് സഫിയ മിണ്ടാൻ പാടില്ല, നോക്കിയിരിക്കണം. ചേച്ചി ഒന്നും മിണ്ടരുത്, ചേച്ചിയുടെ സിറ്റുവേഷൻ ഇതാണ്, ചേച്ചി അങ്ങനെ ഇരുന്നാൽ മതി, വിഷമിച്ചിരിക്കണം. പക്ഷെ ആ വിഷമിച്ചിരിക്കണം എന്ന് നമ്മൾ പറയുന്നുള്ളൂ, ബാക്കി ചെയ്യണവരാണ്. ഓവറാക്കി ചെയ്യേണ്ട ഒരുപാട് സീൻസ് ഉണ്ട്, ഓവർ ആക്ടിങ് ആവാനും പാടില്ല. ആ മീറ്റർ എങ്ങനെയാ പിടിച്ചത്? അയ്യോ, അത് മീറ്റർ എനിക്ക് പിടിക്കാൻ ഹെൽപ്പ് ചെയ്തത് ബിൻഡോ ചേട്ടനും ഷാരിസ് ചേട്ടനാണ്. കാണിച്ചു തരുമോ? ക്ലാരിറ്റി ആ എക്സ്പ്ലനേഷനിൽ എവറി ഷോർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. അതില് 90% ഇപ്പം തോട്ടിലെടുത്ത് എറിയണം പറഞ്ഞില്ലേ. പിന്നെ ഓൾറെഡി എനിക്ക് ആദ്യം 2-3 സീക്വൻസ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇത്രയും എനർജി പുൾ ചെയ്താൽ മാത്രമേ പടം അല്ലെങ്കിൽ ഈ ക്യാരക്ടർ അത്രയും പുൾ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ത്രൂ ഔട്ട് ദിസ് ജേർണി ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ, ഈ ക്യാരക്ടറിനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ ഇതാണ്. അപ്പൊ ഇത് ആവശ്യമാണ്. എനിക്കറിയാം ഞാൻ അത് ഇല്ലാത്ത എനർജി ഒക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യണത്. പക്ഷേ ലൈക്ക് എന്താ പറയാ, അവർ അത്രയും ക്ലാരിറ്റി തന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാനിപ്പം എന്തെങ്കിലും പറയുമ്പോൾ ഓക്കെ കുറച്ച് ഓവർ ആവുണ്ടോ ഞാൻ ചോദിക്കും, ചേട്ടാ അല്ല ഇത്രയും ആവശ്യമുണ്ട് എന്ന് അവിടെ ഒരു ഡോട്ട് ഇട്ട് തരും. അതൊരു ചിരിയാണെങ്കിൽ പോലും ഇത്ര നീളണ്ട, ഇവിടെ മതി, അല്ലെങ്കിൽ ഇത്ര നീളണം എന്നുള്ള അത്രയും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാ ഷോട്ടിന് മുന്നിലും. സോ അത് ലൈക്ക് ദാറ്റ് ഈസ് വാട്ട് റിഫ്ലക്റ്റഡ് ദേർ. കുട്ടിയാണ് ഈ അതെ ബിൻഡോ എന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് പെട്ടെന്ന് കൊങ്ങ കയറി പിടിക്കുന്നത് ഭയങ്കര ക്യാച്ചായിട്ടുള്ള